10ാം ദിവസമായ നാളെ അർജുനെ കണ്ടെത്താനാകും എന്ന വലിയ പ്രതീക്ഷയാണ് എല്ലാവരും വയ്ക്കുന്നത്. തിരച്ചിൽ സംഘവും ആ പ്രതീക്ഷയിൽ തന്നെയാണ് നാളെ പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. പുഴയിലിറങ്ങി ആദ്യം ട്രക്കിന്റെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നതാകും സ്വാഭാവികമായി പരിശോധിക്കുക. ക്രെയിൻ ഉപയോഗിച്ച് ട്രക്ക് ഉയർത്തുന്ന കാര്യം അതിനുശേഷമായിരിക്കും പരിഗണിക്കുക. കെ ബി ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഇന്ന് പ്രതികൂലമായ കാലാവസ്ഥക്കിടയിലും 9ാം നാൾ ഒരു വഴിത്തിരിവ് എന്നത് ഈ ട്രക്ക് പുഴയിലുണ്ട്. 15 മീറ്റർ താഴ്ചയിലുണ്ട്. ഈ 15 മീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ആഴമൊന്നുമല്ല വലിയ പുഴയെ സംബന്ധിച്ച്. ഇത് മണ്ണിൽ പൂഴ്ന്നിറങ്ങി കിടക്കുകയാണോ, തലകീഴായി കിടക്കുന്നു എന്ന് പറയുന്നു. അർജുൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് എന്തെങ്കിലും ശാസ്ത്രീയമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ, അത് പങ്കുവയ്ക്കപ്പെടുന്നുണ്ടോ? നാവികസേനാംഗങ്ങളുണ്ടായിരുന്നു, മുങ്ങൽ വിദഗ്ധർ മുങ്ങി നോക്കിയിരുന്നു. ഇന്ന് മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിൽ ഇറങ്ങാനായില്ല. അതിന് ഏറ്റവും പ്രധാന പ്രശ്നം അല്ലെങ്കിൽ തടസ്സം എന്നുള്ളത് കനത്ത മഴയായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ അടിയൊഴുക്കും പുഴയിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അല്പനേരം വെയിൽ കണ്ടോടെ കാലാവസ്ഥ അനുകൂലമാകും, തിരച്ചിലിന് അത് വളരെ ഗുണകരമാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും പ്രകൃതിയുടെ രൂപവും ഭാവവും മാറി. മഴ ആർത്തലച്ചു പെയ്തു, കാറ്റ് വല്ലാതെ വീശിയടിച്ചു. ഇതോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം പരമാവധി തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി. അതിന് ഈ പുഴയിലിറങ്ങിയ NDRFന്റെയും നാവികസേനയുടെയും ഒക്കെ ബോട്ടുകളിൽ അവർ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമങ്ങളൊക്കെ ആരംഭിച്ചെങ്കിലും ഇതുതന്നെയായിരുന്നു ഏറ്റവും വലിയ തടസ്സം. നാളെയും കാത്തിരിക്കുന്നത് പ്രധാനമായും ഈ തടസ്സങ്ങൾ തന്നെയാണ്. അതായത് നാളേക്കും മഴ ഉണ്ട്, ശക്തമായ മഴയുണ്ട് എന്നാണ് പ്രവചനം. ഈ പ്രദേശവാസികളോടൊക്കെ ചോദിക്കുമ്പോൾ ഈ മഴക്കാലത്ത് ഇവിടുത്തെ ഒരു സ്വഭാവം, പ്രകൃതിയുടെ സ്വഭാവം ഇത് തന്നെയാണ്. മഴ വരുമ്പോൾ അങ്ങോട്ട് വളരെ ശക്തിയിൽ മഴ പെയ്യുന്നു, പെട്ടെന്ന് പെയ്തു പോകുന്നു. പക്ഷെ ഇന്ന് വൈകിട്ടുണ്ടായ മഴ എന്നുള്ള ഏകദേശം 2 മണിക്കൂറോളം നിന്ന് പെയ്ത ഒരു മഴയായിരുന്നു ഇന്ന് വൈകിട്ട് പെയ്തത്. അത് തന്നെയാണ് ഇന്ന് പുഴയിലെ തിരച്ചിലിന് തടസ്സമായത്. അപ്പോഴും ഇന്ന് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട ആ വലിയ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രമൊക്കെ കൊണ്ടുവന്നുള്ള പരിശോധനയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായി. നാളെ ഒരു ഇത്തരത്തിലുള്ള മണ്ണുമാന്തി യന്ത്രം കൂടി എത്തിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു പ്രതീക്ഷ ഉള്ള ഒരു കാര്യം, ഡിബോട്ട്സ് എന്നുള്ള സംവിധാനം, അതായത് ഡ്രോൺ അധിഷ്ഠിതമായി ഈ ചേറിലൊക്കെ പുതഞ്ഞു കിടക്കുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുന്നതിനുള്ള ഡിബോട്ട്സ് എന്നുള്ള സംവിധാനം നാളെ എത്തിക്കുന്നുണ്ട്. ഈ ദുരന്ത നിവാരണ രംഗത്തൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള റിട്ടയർഡ് മേജർ ജനറൽ ആയിട്ടുള്ള ഇന്ദ്രപാലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ടീമിലുള്ള പലർക്കും നോർത്ത് ഈസ്റ്റ് വടക്കിഴക്കൻ സംസ്ഥാനം. ഈ അർജുൻ ഈ ലോറിക്കുള്ളിലുണ്ടോ, ക്യാബിനുള്ളിലുണ്ട്? ഈ അത്യാധുനിക സൗകര്യമുള്ള ക്യാബിനാണ്. അത് അത്ര പെട്ടെന്നൊന്നും അപകടത്തിൽ തകരില്ല എന്നൊക്കെയാണ് ആ മേഖലയിലെ വിദഗ്ധരൊക്കെ പറയുന്നത്. അങ്ങനത്തെ അത്യാധുനിക സംവിധാനമുള്ള ക്യാബിനാണ്. ഈ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്ന് നമുക്ക് ഈ യന്ത്രസഹായത്തോടെയും ഒപ്പം മനുഷ്യസാധ്യമായ തിരച്ചിലും എത്ര മണിയാകുമ്പോൾ അറിയാൻ കഴിയും? എത്ര മണിക്ക് രക്ഷാദൗത്യം 10ാം ദിനം നാളെ ഈ വിവരങ്ങളൊക്കെ കിട്ടിയ സാഹചര്യത്തിൽ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? നാളത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിഗ്നൽ അധിഷ്ഠിതമായിട്ടുള്ള പരിശോധനയാണ് പ്രത്യേകിച്ച് നാളെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നദിയുടെ അടിയിലേക്ക് ഊളിയിട്ട് പോയി അവിടെ ഈ ട്രക്കിന്റെ സാന്നിധ്യം അതെങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക. അതിലിപ്പോഴത്തെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ട്രക്ക് തലകീഴായിട്ടാണ് കിടക്കുന്നത്. മണ്ണിൽ പുതഞ്ഞായിരിക്കും, ചേറിൽ പുതഞ്ഞാണ് ട്രക്ക് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ക്യാബിനുള്ളിൽ ആളുണ്ടെങ്കിൽ എടുക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും അതിനൊക്കെ പരിശീലനം സിദ്ധിച്ച ആളുകളാണ് നമ്മുടെ രക്ഷാ ദൌത്യ സംഘത്തിൽ ഉള്ളത്. ഏതായാലും പ്രഥമ പരിഗണന സ്വാഭാവികമായിട്ടും അർജുനെ വീണ്ടെടുക്കുന്നത് തന്നെയായിരിക്കും. അതിനുശേഷം ഈ ട്രക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ട്രക്ക് ഉയർത്തുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല, അത് വളരെ ആയാസമുള്ള ജോലിയാണ്. മിനിമം 2 ക്രെയിനെങ്കിലും ഉണ്ടെങ്കിലേ അത് പൊക്കാനാകൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് 45 ടണ്ണോളം ഒരു ഭാരം ആ ട്രക്കിനുണ്ട് എന്നാണ് പൊതുവിൽ ഈ ലോറി ഉടമയൊക്കെ പറയുന്ന ഒരു കാര്യം. ഏതായാലും ആ ട്രക്ക് ഉയർത്തിയെടുക്കുന്ന നടപടികളിലേക്ക് പിന്നീട് കടക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നോട്ട് കിടക്കുന്നുണ്ട്. നിലവിൽ നമ്മളൊരു ആദ്യ ചുവട് വെച്ചു എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത്. അതായത് 9ാം നാളാണ് നമുക്ക് ആദ്യ ചുവട് വെക്കാനായത്. ഇനി നാളെ 10ാം നാളാണ്. 10ാം നാൾ നമുക്ക് അർജുനെ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഏതായാലും നാളെ രാവിലെ തന്നെ തിരച്ചിൽ തുടരും. അവിടേക്ക് മറ്റാർക്കും പ്രവേശനം ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. സിഗ്നലുകൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ ഒരുവിധ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിക്കരുത്. ക്യാമറകളാവട്ടെ, ഡ്രോൺ ക്യാമറകളാവട്ടെ, ഒരു സംവിധാനങ്ങളും
അവിടെ പ്രവർത്തിക്കരുത് എന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, ആ കർശന നിയന്ത്രണങ്ങൾ നിർദ്ദേശം എന്തെങ്കിലും വിവരങ്ങൾ അപ്പോൾ തന്നെ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയൊരു ദൗത്യം നമ്മളെല്ലാവരും ഏറ്റെടുത്ത വലിയൊരു ദൗത്യം. അർജുനെ കണ്ടെത്താൻ നാളെയെങ്കിലും കഴിയുമോ എന്ന വലിയ ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെയാണ് നിലനിൽക്കുന്നത്. നേവി ഇന്ന് പുറത്തുവിട്ട സോണാർ സ്കാനിംഗ് പ്രകാരമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ, ആ വിവരങ്ങളാണ് ഈ ലോറി എവിടെയാണ് ഉള്ളത്, ട്രക്ക് എവിടെയാണ് ഉള്ളത് എന്നതിലേക്ക് വിരൽ ചൂണ്ടിയത്. ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് നാളെ ഈ തിരച്ചിലെല്ലാം നടക്കാൻ പോകുന്നത്.